ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സഹോദരങ്ങളെ, ജീവിതത്തിൽ പലവിധമായ പലവിധ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ട് ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലാതെ കുഴഞ്ഞ് കിടക്കുന്ന ജീവിതത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവവചനത്തിൽ പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യം മുതൽ പറയാം സഹോദരിമാരോട്. നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:38. പിന്നെ അവർ യാത്ര പോകയിൽ ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. നമ്മൾ പലവിധ ജീവിത യാത്രയിൽ പല കാര്യങ്ങളെ കൊണ്ടും വിചാരപ്പെട്ട് നടക്കുന്നവരോടാ കർത്താവ് പറയാം, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിരിക്കാൻ, കർത്താവിൻ്റെ ആ കാൽക്കൽ, ആ പാദപീഠത്തിലൊന്നിരുന്നാൽ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി ഉണ്ടെന്നേ. സ്തോത്രം. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ആ യേശുവിൻ്റെ പാദപീഠത്തിൽ നമുക്കൊന്നിരിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം.